ഇതിൻ്റെ ഇടയിലൊക്കെ പയറുണ്ട്, പക്ഷെ പറിക്കാൻ ഇത്തിരി പാടാ. ഞാൻ ഈ 2 നേരം നട്ടതിൽ അതിന് അകലം കുറഞ്ഞു പോയി. ഇതെന്തോ തിന്നുപോയി. ഞാനിവിടെ പച്ചക്കറി നട്ടയിൽ ഏകദേശം കുറച്ച് സാധനങ്ങൾ വിളവെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പയറിൽ നിന്ന് തുടങ്ങാം നമുക്ക് ആദ്യം. ഞാനിവിടെ 2 സൈഡിലായിട്ടാണ് പയർ നട്ടത്. ഒന്നുതാ ഈ സൈഡിലും ഒന്നുതാ ഇതിനിപ്പുറവശത്ത്. പക്ഷേ ഇവിടെ പയറാട്ടയിൽ എനിക്ക് ചെറിയൊരു അപാകത പറ്റിപ്പോയി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ പയറിൽ ചപ്പ് കൂടുതലാണ്, അതുപോലെ പൂവുണ്ടാവുന്നത് കുറവും. ഇത് 3 നേരം പയറാട്ടോ. അപാകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നട്ടിരിക്കുന്നത് കറക്റ്റ് അകലത്തിലല്ല. അതുകൊണ്ട് തന്നെ ഈ ചെടി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കുറേ പയറിൻ്റെ പഴയ വിത്തിരിപ്പുണ്ടായിരുന്നു. എല്ലാം ഒന്നും മുളയ്ക്കൂല എന്ന് വിചാരിച്ച് മുളപ്പിക്കാൻ വെച്ചപ്പോൾ എല്ലാം അങ്ങ് മുളച്ചും വന്നു. കളയാൻ തോന്നാത്തതുകൊണ്ട് എല്ലാം എടുത്തങ്ങ് പാകി. ഇതുണ്ടോ ഈ ചോട്ടിൽ 6-7 പയറെങ്ങാണ്ടാവുള്ളത്. 4, 5. ഏതായാലും ഒരു തോരനുള്ള പയർ ഏതായാലും പറിച്ചെടുക്കാനായിട്ടുണ്ട്. ഇത് മൂത്തുപോയി, ഇത് പുഴു തിന്നും പോയി. പയറ് പറിക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് വേണം പറിക്കണമെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും. കാരണം ഈ ഭാഗത്ത് പിന്നെയും പൂക്കളുണ്ടാവും അത്രേ. ഈ പയറിനിപ്പുറം ഒരു മധുരച്ചീര ഉണ്ട് കേട്ടോ. മധുരച്ചീരേൻ്റെ തൊട്ടിപ്പുറം ഈ ചെറിയൊരു സപ്പോട്ടയൊക്കെ പറിക്കാനായി. ഈ സപ്പോട്ടയിലേക്ക് ഞാൻ 2-3 മുള്ളം വെള്ളരി കയറ്റി വിട്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്ര നന്നായി കിട്ടിയുമില്ല. നല്ലോണം സ്ട്രഗിൾ ചെയ്ത് ചെടി ഈ പരിവായി. പക്ഷെ 2 നമുക്ക് കിട്ടിയിട്ടോ. നേരത്തെ പറിച്ചെടുക്കാൻ പറ്റിയില്ല, ശ്രദ്ധക്കുറവ് കാരണമാണ്. കണ്ടോ ഇതിനൊരു ഷേപ്പില്ല, കായും മോശം. ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്. ഈ മുള്ളംവെള്ളീരിൻ വിത്ത് കമൻസിലൊക്കെ ആയിട്ട് എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വിത്ത് അത്ര പോരാ. ഇതിൽ നിന്നുണ്ടാവുന്ന കായും അങ്ങനെ തന്നെ. ഇതിങ്ങനെയാണെങ്കിലും മുള്ളംവെള്ളീരിൻ്റെ വേറെ നല്ല വിത്ത് ഞാൻ സംഘടിപ്പിച്ച് ഒപ്പിച്ച് നട്ടിട്ടുണ്ട്. അത് നട്ട് മുളപ്പിച്ചതാണ് ഇത്. നട്ടതിലാകെ മുളച്ച് കിട്ടിയ ഒരു കുറ്റിയാമര നിൽക്കുന്നു. ഇതിലാണെങ്കിൽ പയറൊന്നും ഉണ്ടായിട്ടുമില്ല. ഇതിനിപ്പുറം ചെറിയൊരു വഴുതനങ്ങ നട്ടിട്ടുണ്ട്, അത് വളർന്നു വരുന്നുണ്ട്. തൊട്ടപ്പുറേ ബീൻസ് ഉണ്ട്, പൂവാവുന്നു, കായും ഉണ്ടായി തുടങ്ങി. ഞാൻ ഈ പച്ചക്കറി തോട്ടത്തിന് വേലി കെട്ടിയത് ഗ്രീൻ ഷീറ്റ് ഉപയോഗിച്ചാട്ടോ. അങ്ങനെ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഗ്രീൻ ഷീറ്റിൻ്റെ സൈഡിലായിട്ട് ചോടും പുറത്തേക്ക് പന്തലുമായിട്ട് പാവലും പടവലവും ഞാൻ നട്ടിരുന്നു. പടവലൊക്കെ ഉണ്ടായി തുടങ്ങി കേട്ടോ. പ്ലാസ്റ്റിക് കവർ വെച്ച് പൊതിഞ്ഞു കൊടുക്കാനായതൊക്കെ അങ്ങനെ പൊതിഞ്ഞും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പറിച്ചെടുക്കാൻ പാകത്തിന് ഒരെണ്ണമായിട്ടുണ്ട്. റിവീലിംഗ്. ഇത് ചെറിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക പറിച്ചെടുക്കാനായിട്ടില്ല, അതിപ്പോഴും കൂട്ടി തന്നെ. കൂട്ടിലകപ്പെടാതെ ഒരു പാവയ്ക്ക് ഒളിഞ്ഞു കിടക്കുന്നു. ഇതും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മത്തങ്ങ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് ഈ പൂമ്പാറ്റ ഞാൻ കണ്ടത്. പൂസായോ? ആശാന് കുഴപ്പമൊന്നുമില്ല, പറക്കുന്നൊക്കെ ഉണ്ട്. തേൻ കുടിച്ച് മത്തായി പോയതായിരിക്കും. പുതിയ മത്തങ്ങയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. അവിടെ കിടക്കുന്ന മത്തങ്ങ കേട്ടോ, അതാണ് നമുക്ക് എടുക്കേണ്ടത്. ഏതായാലും കുറച്ച് വെണ്ടയ്ക്കയും കൂടി നമുക്ക് വിളവെടുക്കാം. ഈ വെണ്ടേൻ്റെ പൂവിന് എന്ത് ഭംഗിയല്ലേ. ഈ കാർഗോ പാൻ്റ് ഉണ്ടെങ്കിൽ ഇതാ ഗുണം. നമുക്ക് വെണ്ടയ്ക്കൊക്കെ പറിച്ച് ഇങ്ങനെ പോക്കറ്റിലൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാം. അങ്ങനെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പറിച്ചെടുത്ത പടവലം കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് വെച്ച സെറ്റ്. ഇനി ഞാനിവിടെ തോട്ടത്തിൽ നട്ട ബാക്കി സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഇഞ്ചിക്കണ്ടം പോലെ മാടിയിട്ട് ഞാനവിടെ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. തൊട്ടിപ്പുറ ക്യാരറ്റ് നട്ടിരിക്കുന്നത് മണ്ണ് കൂന പോലെ കൂട്ടി കുറച്ച് ഹൈറ്റിലാണ്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഈ ബീട്രൂട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചീര പാകിയായിരുന്നു കേട്ടോ, അത് മുളച്ചിട്ടുണ്ട്. 2-3 വെറൈറ്റി ഉണ്ടായിരുന്നു, പറിച്ചു വെക്കാനായി. ഞാൻ മണ്ണ് പുഴുങ്ങി വിത്ത് വാങ്ങിയൊരു ഷോർട്സ് ഉണ്ടായിരുന്നു, അതിൽ മുളച്ച് വന്ന തയ്യാട്ടോ ഇത് കടുകാന്നും പറഞ്ഞാണ് ആൾക്കാർ ഇരിക്കുന്നത്. പിന്നെ ക്യാബേജും കോളിഫ്ലവറും ബ്രോക്കോളിയും എല്ലാം ഉണ്ട്. ഇതാട്ടോ നമ്മൾ ഹൊസൂരിൽ നിന്ന് കൊണ്ടുവന്ന ടിഷ്യൂ കൾച്ചർ വാഴ. അത് ഇത്രയും വലുതായിട്ടോ.
ഒരു നേരം മുളക് നട്ടിരുന്നു, അതിനകത്ത് പൂവായി തുടങ്ങി. വെണ്ടക്കയിൽ പുതിയ വെണ്ടക്കയൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഈ പയർ നട്ടതിൻ്റെ ചോട്ടിൽ കൂടെ ഞാൻ ചോളം നട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സുന്ദരി വണ്ടികൾ ചോളം നട്ടാൻ വരുമെന്ന് ഞാനൊരു PDF വായിച്ചായിരുന്നു, അത് കണ്ടിട്ട് നട്ടതാണ്. പിന്നെ അതാ വെളുത്തുള്ളി, ഞാൻ 2 ടയർ കൊട്ടയിൽ വെളുത്തുള്ളി നട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ വെളുത്തുള്ളി നട്ടിട്ട് നമുക്ക് ഇച്ചിരി വെളുത്തുള്ളി കിട്ടിയായിരുന്നു. ഇത് റാഡിഷിൻ്റെ തൈ കേട്ടോ, ഇത് ഞാൻ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത് നട്ടതാണ്. പിന്നെ കാണാൻ നല്ല മൊഞ്ചുള്ളൊരു തക്കാളി ഉണ്ടായിരുന്നു എന്നൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ തക്കാളിയാണിത്. ഇപ്പുറ സൈഡിൽ ഗ്രോ ബാഗിൽ ഞാൻ കുറച്ചധികം തക്കാളികൾ നട്ടിട്ടുണ്ട്. ഇതാ റബ്ബർ എയർട്ടയിൽ നമ്മൾ പാകി മുളപ്പിച്ച കാന്താരീൻ്റെ തൈകളാട്ടോ. നമുക്ക് ഏകദേശം 80ഓളം തൈകൾ കിട്ടി നാടങ്കാന്താരീൻ്റെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. തക്കാളി നട്ടല്ലേ, അതിൻ്റെ തണ്ടി കാഞ്ഞു പോയി. അപ്പോൾ അതിന് കോല് കുത്തണം. അപ്പോൾ ആദ്യം ഞാനൊരു കോല് കുത്തി കൊടുത്തായിരുന്നു, അത് ചെറിയ കോലായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നീളമുള്ള കോലാണിത്. ഇത് നമുക്ക് സെറ്റാക്കി കൊടുക്കാം. വളർന്ന് എൻ്റെ ഹൈറ്റ് ആയിട്ടോ, സെയിം ടു സെയിം. ഇതാണ് ആ ചാഞ്ഞുപോയ തക്കാളി. നല്ല ഹൈറ്റ് ആയിരുന്നു, തക്കാളിയൊക്കെ ഉണ്ടായി തുടങ്ങി. ഉണ്ട് ഇതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോയി. ഒടിയരുത്. അങ്ങനെ അതും സെറ്റായി. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതാ ഇത്രയും സാധനമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം.